ആറന്മുളയിൽ ദേവസ്വം ബോർഡിന്റെ പ്രധാന സ്ട്രോങ് റൂമിൽ അമിക്കസ് ക്യൂറിയുടെ പരിശോധന. ജസ്റ്റിസ് കെ.ടി. ശങ്കറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. ശബരിമലയുടെ പ്രധാന സ്ട്രോങ് റൂം ആറന്മുളയിലാണ്. ശശി നാരായണൻ ചേരുന്നു. ശശി, വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്കൊക്കെ SITയുടെ അന്വേഷണം കടക്കുന്നൊക്കെ ഒരു സാഹചര്യത്തിലാണ്. ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങൾ അതിനകത്തുണ്ടോ? എന്തെങ്കിലും സൂചനകളുണ്ടോ വ്യക്തമായി? അപർണ, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം സ്വർണം കവർച്ചയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ദേവസ്വം ബോർഡിൽ ഈ സ്ട്രോങ് റൂമിന്റെ പരിശോധന നടത്തുന്നത്. ശബരിമലയിൽ കഴിഞ്ഞ 2-3 ദിവസം മുമ്പേയും ഈ സമാനമായ രീതിയിൽ പരിശോധന നടത്തിയിരുന്നു. ജസ്റ്റിസ് കെ.ടി. ശങ്കറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. ഈ ശബരിമല അയ്യപ്പന് ലഭിച്ച വസ്തുക്കൾ, അതായത് അമൂല്യമായ വസ്തുക്കൾ, സാധനങ്ങൾ, അതുപോലെ വഴിപാട്, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ ഭക്തർ കാണിക്കായി സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതിന്റെ രേഖകൾ അത് സൂക്ഷിച്ചിരിക്കുന്ന പ്രധാനമായും ഈ സ്ട്രോങ് റൂമിലാണ്. ശബരിമല സ്ട്രോങ് റൂമിലെ പരിശോധന പൂർത്തിയായിരുന്നു. 3 ദിവസമാണ് പരിശോധന നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആറന്മുളയിലും പരിശോധന നടത്തുന്നത്. ഈ സ്ട്രോങ് റൂമിലാണ് ഈ അയ്യപ്പന് ലഭിച്ചിട്ടുള്ള വസ്തുവകൾ സൂക്ഷിച്ചിട്ടുള്ളത്. അത് ഈ ഭക്തർ കാണിക്കായിട്ട് കൊടുത്തിട്ടുള്ള സാധനങ്ങളാണ്. അത് പൂജയ്ക്ക് വേണ്ടിയും ഒപ്പം വഴിപാടായി സമർപ്പിച്ച വസ്തുക്കൾ. ആ വസ്തുക്കളുടെ മഹസ്തുക്കളും രജിസ്റ്ററുകളും എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് സ്ഥിതി വിവര കണക്ക് പരിശോധിക്കുകയാണ്. അതായത് വർഷങ്ങളായി ഇത്തരം ഒരു കണക്കെടുപ്പ് നടത്തിയിട്ട് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ധാരപാല ശില്പങ്ങളുടെ സ്വർണ്ണം കവർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഈ ഇത്തരം പരിശോധനകൾ ഇപ്പോൾ അടിയന്തരമായി നടത്തുന്നത്. അത് ആറന്മുളയിലും തുടരുകയാണ്. എത്ര ദിവസം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ്, അതിന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇത്തരം പരിശോധന എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് പരിശോധന നടക്കുന്നത്. എന്തായാലും ജസ്റ്റിസ് കെ.ടി. ശങ്കറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന ഉള്ളത്. ദേവസ്വം ബോർഡിന്റെ ദേവസ്വം കമ്മീഷണർ, ഒപ്പം വിജിലൻസ് SC തുടങ്ങിയ ഉദ്യോഗസ്ഥരും ഈ പരിശോധനയ്ക്കൊപ്പം ഉണ്ട്. ഈ ഒരുപക്ഷെ ഇന്നോ നാളെയോ കൊണ്ടായിരിക്കും ഇന്നുകൊണ്ട് പൂർത്തിയാക്കാൻ വലിയ സ്ട്രോങ് റൂമാണ്. അവിടുത്തെ വസ്തുക്കളെ 2-3 ദിവസം നീളുമെന്നാണ് അറിയുന്നത്. എന്തായാലും പരിശോധന രാവിലെ മുതൽ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ശശി നാരായണൻ വിവരങ്ങൾ.